ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഗൗരി ശങ്കറിനോട് ചോദിക്കുകയാണ്, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് എന്ന് ചോദിക്കുക, ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് ശങ്കർ ഒരു പ്രാവശ്യം കൂടി പറയാനെന്ന് പറയുന്നു. അതിനുശേഷം ശങ്കർ പറയാണ്, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞ് ചോദിക്കുന്നത് ആദ്യമായിട്ടാണ്, അതുകൊണ്ട് എന്തു വേണമെങ്കിലും ചോദിച്ചോളാൻ പറയുന്നു. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന്. ശങ്കർ അപ്പോൾ ഇന്നൊരു ദിവസം നിന്നോളൂ, നാളെ തൃശ്ശൂരിൽ വന്നേക്കണമെന്ന് പറയുന്നു. ഗൗരിയാണെങ്കിൽ എല്ലാം സമ്മതിക്കുകയാണ്. പിന്നീട് ശങ്കറും കൂട്ടുകാരുമാണെങ്കിൽ വണ്ടിയിൽ കയറി പോകുന്നു. കൂട്ടുകാരന്മാരാണെങ്കിൽ ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനായിരിക്കും ഏട്ടത്തി ഇവിടെ നിൽക്കുന്നതെന്ന്. ശങ്കർ അപ്പോൾ പറയാണ്, പെൺമക്കൾക്കാണെങ്കിൽ അമ്മമാരോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും, അതുകൊണ്ടായിരിക്കുമെന്നൊക്കെ. അയിത്തപ്പോൾ ചോദിക്കുന്നുണ്ട്, നാളെ ഏട്ടത്തി തിരിച്ചു വരുമോ എന്ന്. ശങ്കർ അപ്പോൾ ഉറപ്പായിട്ടും വരുമെന്നൊക്കെ പറയാണ്. പിന്നീട് പ്രൊഫസർ ആണെങ്കിൽ ഗൗരിയോട് പറയുന്നുണ്ട്, നീ ശങ്കറിന്റെ അടുത്തേക്ക് ഇന്ന് രാത്രി തന്നെ പൊക്കോളാനെന്ന്. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പോകുന്നില്ല, നാളെ ധ്രുവൻ വന്നിട്ട് എനിക്ക് അവനോട് സംസാരിക്കണം, എല്ലാ പ്രശ്നത്തിനും നാളെ പരിഹാരം കാണണമെന്നൊക്കെ പറയുന്നു. പിന്നീട് ശങ്കറിനെ മഹാദേവൻ വിളിച്ചിട്ട് പറയാണ്, നീ നിന്റെ ഭാര്യയും കൂട്ടി ചാരങ്ങാട്ടേക്ക് വരാനെന്ന്. ശങ്കർ അപ്പോൾ പറയുന്നു, എന്റെ ഭാര്യ ഇവിടെ ഇല്ല, അവളുടെ വീട്ടിൽ പോയേക്കുവാണ്, അവളുമായിട്ട് തീരുമാനിച്ചിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. മഹാദേവൻ അപ്പോൾ ചോദിക്കുകയാണ്, നീയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, എല്ലാം നിന്റെ ഭാര്യയുമായിട്ടാണോ തീരുമാനിക്കേണ്ടതെന്നൊക്കെ പറയാണ്. മഹാദേവൻ ഫോൺ വെച്ചിട്ടാണെങ്കിൽ ദേവമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. രാധാമണി തങ്കച്ചി അപ്പോൾ പറയാണ്, ഇതൊക്കെ അവളുടെ കളികളാണ്, ഗൗരിയാണ് നമ്മുടെ മകനെ നമ്മളിൽ നിന്ന് അകറ്റുന്നതെന്നൊക്കെ പറയാണ്. അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവളെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ പറയുന്നു. അത് കേട്ടുകൊണ്ട് വേണി അവിടേക്ക് വരുന്നു. വേണിയാണെങ്കിൽ അമ്മയോട് പറയാണ്, ഗൗരിക്ക് നല്ല പണി കൊടുക്കണമെന്ന്. ആ സമയത്താണെങ്കിൽ മഹാദേവൻ പറയുന്നുണ്ട്, അമ്മയും മോളും കൂടി എനിക്ക് തലവേദന ഉണ്ടാക്കാതെ പൊക്കോണമെന്നൊക്കെ. ദേവുമ്മയാണെങ്കിൽ മഹാദേവനെ ഉപദേശിക്കുന്നുണ്ട്, എങ്ങനെയും മകനും മരുമകളുമായിട്ടുള്ള പ്രശ്നമൊക്കെ തീർക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇലക്ഷനിൽ സീറ്റ് കിട്ടുള്ളൂ എന്നൊക്കെ പറയാണ്. പിന്നീട് പ്രൊഫസറിന്റെ വീട്ടിലാണെങ്കിൽ ഗൗരി ആരതിയോട് പറയുന്നുണ്ട്, മോള് റൂമിൽ തന്നെ ഇരുന്നാൽ മതി, താഴേക്ക് വരണ്ട എന്ന്. ഗൗരി ആണെങ്കിൽ എല്ലാരോടുമായിട്ട് പറയുന്നു, ധ്രുവൻ വരുമ്പോഴേക്ക് ഞാനും ഇവിടെ ഉണ്ടെന്ന് അവൻ അറിയണ്ട എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നു. ധ്രുവൻ വീട്ടിലേക്ക് വരുന്നു, എല്ലാരോടുമായിട്ട് ചോദിക്കുകയാണ്, ആരതിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്, ജ്യോതിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പൈസ തരണമെന്ന് പറയുന്നു. ആദർശ് അപ്പോൾ പറയാണ്, പൈസയും തരത്തില്ല, ആരതിയെ വിവാഹവും കഴിച്ച് തരത്തില്ല എന്നൊക്കെ. എല്ലാരും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് ധ്രുവൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഗൗരിയുടെ ജീവിതം ഇല്ലാതാകും, അവളുടെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കും, വൈറലാകുമെന്നൊക്കെ പറയുന്നു. ഗൗരി ആ സമയത്ത് കൈ കൊട്ടിക്കൊണ്ട് മുകളിൽ നിന്നും താഴേക്ക് വരുന്നു. ഗൗരിയാണെങ്കിൽ ധ്രുവനോട് പറയാണ്, നീ ആ ഫോട്ടോസ് ഒക്കെ ഇന്റർനെറ്റിൽ ഇടാനെന്ന്. ധ്രുവനാണെങ്കിൽ ഗൗരിയെ കാണുന്നത് ഞെട്ടിപ്പോകുന്നു. ഗൗരി ധ്രുവനോട് പറയാണ്, നീ ഇടാൻ പോകുന്ന ഫോട്ടോസ് എന്നെ കൂടി ഒന്ന് കാണിക്കണമെന്നൊക്കെ. നീ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, എന്നെ തട്ടിക്കൊണ്ടു പോയ സമയത്ത് നിന്റെയും എന്റെ ഇടയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് നിനക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ ഗൗരി പറയുന്നു. ഗൗരി പറയാണ്, നീ ആണെങ്കിൽ ഇപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞത് കൊണ്ട് എനിക്ക് ഉപകാരമാണ് ഉണ്ടായത്, കാരണം ഞാൻ ശങ്കറിനെ തെറ്റിദ്ധരിക്കുകയായിരുന്നു, പ്രതികാരം ചെയ്യുകയായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായത്. ധ്രുവൻ അപ്പോൾ പറയണം, നീ കൂടുതൽ ആളാകണ്ട, ഞാനും നീയും തമ്മിൽ ഒന്നും സംഭവിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ നിന്റെ അനിയത്തി ആരതിയെ ഞാൻ ഉറപ്പായിട്ടും പൊക്കിയിരിക്കുമെന്ന് പറയുന്നു. ഗൗരിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. ഗൗരിയാണെങ്കിൽ ധ്രുവനെ അടിക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്